അവന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഗസ്റ്റ് 3-ാം തീയതി തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാമ്പുത്രനും പരിശുദ്ധാത്മാശ്വസിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നമുക്ക് ആത്മീയതയുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. ആത്മീയതമായിട്ട് എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ്, വിഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ആനുകൂല്യങ്ങളെന്ന് പറയുന്നത്. ദൈവത്തെ നേരിട്ട് നമ്മൾ ദൈവമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ആത്മീയത ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ ആനുകൂല്യത്തിൽ തന്നെ നമ്മൾ ജീവിച്ചു പോകും. നമ്മൾ ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞ ചില ആൾക്കാരൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർ തന്നെയല്ല, അവർ വളരെ സയൻറ്റിഫിക്കായിട്ടും മാത്തമാറ്റിക്കലായിട്ടും ഒക്കെയാണ് ഇതിനെ ഓട്ടോമാറ്റിക് അവർ അനലൈസ് ചെയ്തിട്ട് അതനുസരിച്ച് അവർ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എനിക്കത് മനസ്സിലായതാണ്. അതായത് ഇപ്പോൾ ഞങ്ങൾ 10 കൊല്ലമൊക്കെ സെമിനാറിൽ ഫോർമേഷൻ തിയോളജിയും ഒക്കെ കഴിയുന്നവരില്ലേ, അച്ഛന്മാർ തന്നെ. പക്ഷെ അവരൊന്ന് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവർ ഇത്രയും നാൾ പഠിച്ചതിനേക്കാളും അപ്പുറത്ത് ദൈവമായിട്ട് ഒരു എന്താണ്, ദൈവത്തിന് നമ്മളെ ചുമ്മാ എഴുതിത്തള്ളാൻ പറ്റത്തില്ല. ദൈവത്തിന് എഴുതിത്തള്ളാൻ പറ്റാത്തൊരാളായിട്ട് നമ്മൾ ഉടമ്പടി നമ്മളെ കൺവേർട്ട് ചെയ്യും. ഉടമ്പടി കൺവേർഷൻ നടക്കണില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് നമ്മളെ തള്ളിക്കളയാൻ പറ്റാത്തൊരാളായിട്ട് നമ്മൾ മാറും. അത് എപ്പോഴാണ് തള്ളിക്കളയാൻ പറ്റാത്ത ഒരാളായി മാറേണ്ടത്? അത് പഴയ നിയമം പോലെ അതിൻ്റെ പ്രൊവിഷനുകളൊക്കെ ഉണ്ട്. എന്താണ്? ദൈവത്തിന് നമ്മൾ ബഹുമാന്യനായ, ദൈവത്തിന് നമ്മൾ പ്രിയങ്കരനായാൽ ആ ദൈവത്തെ നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിനക്ക് പകരമായി ഞാൻ ജനതകളെ കൊടുക്കുന്നു. ഒരു സമൂഹം പോലും ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി അവഗണിക്കും. എന്താ കാര്യം? നീ എനിക്ക് പ്രിയങ്കരനാണ്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റാണ് ബൈബിളിലാണ്. ഐശയ്യാ 43:4 നീ എനിക്ക് വിലപ്പെട്ടവനും നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് ഇത് ഈ 3 കാര്യമാണോ ആകാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുക്കേണ്ടത്. എന്താണ്? നീ എനിക്ക് പ്രിയപ്പെട്ടവൻ, വിലപ്പെട്ടവൻ, ഞാൻ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് നീ. ഞാൻ ചില സ്ഥലത്ത് ആൾക്കാർ പറയവേ, എന്താണ് പ്രാർത്ഥനാ ജീവിതം എന്താണ്? അതൊരു ഫെയ്ത്ത് ലൈഫാണ്. ഉടമ്പടി ജീവിതം എന്താണ്? അതൊരു ഫിഡലിറ്റി ലൈഫാണ്. വാട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫെയ്ത്ത് ആൻഡ് ഫിഡലിറ്റി? വിശ്വസ്തവും തമ്മിലുള്ള ബന്ധം എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിഷയത്തെ ആസ്പദമാക്കി ദൈവത്തെ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണ്. വിശ്വസ്തത എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ ആസ്പദമാക്കി നമ്മൾ വിശ്വാസത്തിൽ വളരുകയാണ് ചെയ്യണത്. അപ്പോൾ വിശ്വാസം എപ്പോഴും ദൈവത്തിലാണ് വിശ്വസിക്കണമെന്നുണ്ടെങ്കിലും വിശ്വാസത്തിന് ഒരു ആനുകൂല്യത്തിൻ്റെ ലെവലുണ്ട്. എന്തെങ്കിലും ആനുകൂല്യം രക്ഷിക്കപ്പോൾ എബ്രഹാത്തിനാണെങ്കിൽ പോലും സ്വന്തം പുത്രന് വാഗ്ദാനമായി കിട്ടുന്നത് ഒരു ഫിസിക്കൽ മെറിറ്റ്സും ബെനഫിറ്റ്സാണത്. അപ്പോൾ പല ഫിസിക്കലായിട്ടുള്ള ഭൗതികമായ ആനുകൂല്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും നമുക്ക് ചിന്തിക്കേണ്ടി വരണത്. പക്ഷേ വിശ്വസ്തത ഇതുപോലെ വസ്തുക്കളെ വിഷയമാക്കുകയല്ല. വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് അതിൻ്റെ വിഷയം. ദൈവം തന്നെ വിഷയം. അപ്പോൾ വാട്ട് ഈസ് ഫിഡലിറ്റി? എന്താണ് വിശ്വസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസത്തിൽ സർവൈവ് ചെയ്യണ ആൾ, വിശ്വാസം തന്നെ സർവൈവ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അതിജീവിക്കും. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. അഗ്നിപരീക്ഷകളെ
അതിജീവിച്ച വിശ്വാസം സ്വർണത്തേക്കാൾ വിലയുള്ളതാണെന്നൊക്കെ പറഞ്ഞില്ലേ. ഈ വിലയാണ് പ്രശ്നം. നീ വിലപ്പെട്ടവനാണെന്ന് പറഞ്ഞു. ആ വചനം ഒന്ന് വായിച്ചേ. ഏശയ്യാ 43:4. യെശയ്യാ 43:4. നീ എനിക്ക് വിലപ്പെട്ടവൻ, അതാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ് ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഇവിടുത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് യെശയ്യാ 43:4 നീ എനിക്ക് വിലപ്പെട്ടവനാണെന്ന് പറയണത്. അപ്പോൾ അത് ദൈവം ഏകപക്ഷികമായിട്ട് പറയണതല്ല. ശരിക്കും പറഞ്ഞാൽ അത് യെശയ്യായോട് ആണ് അവിടെ പറയണത്, അഡ്രസ്സ് ചെയ്യണത്. നമ്മൾ കരിസ്മാറ്റിക് കാലം വന്നപ്പോൾ വഴിയ പണവന്മാർക്ക് എല്ലാവർക്കും നീ എനിക്ക് വിലപ്പെട്ടവനാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് കളഞ്ഞ്. അത് ആൾക്കാർ പറഞ്ഞാൽ ശരിയാണല്ല, നിനക്ക് പകരം ഞാൻ ജനതകളൊക്കെ ഒരു കടത്ത ഈശോ പാപികൾക്ക് പരിഹാരമായ സ്വന്തം ശരീരം കൊടുക്കണത് കൊണ്ട് എന്തെങ്കിലും വില നമുക്കുള്ളത് കൊണ്ടാണല്ലോ. പക്ഷെ ബൈബിളിൽ 2 തരം വിലയുണ്ട്. ദൈവം കൽപ്പിച്ച് കൊടുക്കുന്ന വിലയുണ്ട്. പക്ഷേ ആ ദൈവം കൽപ്പിച്ച് കൊടുക്കുന്ന വില നമുക്ക് തരണത് അതിനുവേണ്ടിയുള്ള പുത്രനെ പോലും തരാൻ നമുക്ക് ദൈവത്തിന് ഒരു വില ഉള്ളത് കൊണ്ടാണ്. ആ ദൈവം സൃഷ്ടിച്ചത് കൊണ്ടുള്ളതാണ് വില. താൻ സൃഷ്ടിച്ചത് മനുഷ്യൻ നശിച്ചു പോകരുതെന്നുള്ള ചിന്തയിലാണ്, ആരും നശിച്ചു പോകരുതെന്നുള്ള ചിന്തയിലാണ് ആ വില വരണത്. 1 തിമോത്തി 2:4. ഇത് കേൾക്കണം കേട്ടോ യോജന. 1 തിമോത്തി 2:4. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് യേശുക്രിസ്തുവിനെ അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ കർത്താവിൻ്റെ ആഗ്രഹം എല്ലാവരും യേശുക്രിസ്തുവിനെ അറിയണം, സത്യം അറിയണമെന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ടാണ് നീ എനിക്ക് വിലപ്പെട്ടവനെന്ന് പറയണത്. അതാണ് വിഷയം. യെശയ്യാ 43:4 പറഞ്ഞത് എന്താണ്? നീ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ സാധ്യതയുള്ളവനായതുകൊണ്ട് നീ എനിക്ക് വിലപ്പെട്ടവനാണ്. യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിനക്ക് എന്തുമാത്രം ദൈവം വില ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലേ. അപ്പോൾ യേശുക്രിസ്തുവിലാണ് ഈ വിലയൊക്കെ മനുഷ്യന് വരണത്. അപ്പോൾ നിനക്ക് പകരമായി ജനതകൾ നൽകുന്നത് തന്നെയല്ല, നിനക്ക് പകരമായി ജനതകളെ മാത്രമല്ലല്ലോ നൽകിയത്, സ്വന്തം പുത്രനെ പോലും നൽകിയില്ലേ. അപ്പോൾ അത് വിലയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു മറുപുറമുണ്ട്. ഇത് ദൈവം യേശുക്രിസ്തുവിനെ പ്രതി നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഒരു വിലയാണ്. ഇനി നമ്മൾ യേശുക്രിസ്തു സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ദൈവത്തിന് പിൻവലിക്കാൻ പറ്റാത്ത മറ്റേത് വിലയും ദൈവത്തിന് പിൻവലിക്കാൻ ഇഷ്ടമുള്ളപ്പോൾ ദൈവത്തിന് പിൻവലിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്കൊരു വിലയുണ്ടാക്കാൻ നമുക്ക് പറ്റും. അതെങ്ങനെയാണ്? അവിടെയാണ് പീറ്റർ പറയണത്, സെൻറ്റ് പീറ്റർ എന്താണ്? അഗ്നി പരീക്ഷകൾ അതിജീവിച്ച 1 പത്രോസ് 1:7. കാരണം അഗ്നിശോധനയെ അതിജീവിച്ച നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വയാചിതമായിട്ട് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. ആഡിങ് ഓഫ് വാല്യൂ. ദൈവം നമുക്ക് ഏകപക്ഷീയമായി യേശുക്രിസ്തുവിനെ പ്രതി നിശ്ചയിച്ചിരിക്കുന്ന വില അത് ദൈവത്തിന് വേണ്ടി പിൻവലിക്കാം. കാരണം ദൈവത്തിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. പക്ഷേ ദൈവത്തിന് പിൻവലിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? നമ്മൾ ആ വിശ്വാസത്തിൽ വളർന്ന് അഗ്നി പരീക്ഷകളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ അതിജീവിക്കുമ്പോൾ സ്വയാർജിത കൃപയുണ്ടാകുന്നു. അതാണ് സ്വയാർജിതമായി നമുക്ക് വാല്യൂ ആഡ് ചെയ്ത് വരണത്. ആ രീതിയിൽ നമ്മൾ ദൈവത്തിന് വിലപ്പെട്ടവരാകും. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ 2 വിലപ്പെട്ടവരാകും. ഇപ്പം നീ എനിക്ക് ബഹുമാനം വിലപ്പെട്ടവനാണെന്ന് പറയുമ്പോൾ അതിന് 2 വശങ്ങളുണ്ട്. ഒരു നാണയത്തിന് 2 വശങ്ങൾ പോലെ. ഒന്ന്, ദൈവം എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, നീയും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിലാണ്. കാര്യം സത്യം അറിയാനാണ്, യേശുക്രിസ്തു അറിയാനാണ്. അതിൽ ദൈവം കൽപ്പിച്ച് നൽകുന്ന വില. രണ്ടാമത്, ദൈവജനം ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പേയ്മെൻറ്റ് വരും. ദൈവജനം ജീവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഫിസിക്കലായിട്ടുണ്ടാകുന്ന നഷ്ടം, ലൈഫ് ആയിട്ടുള്ള നഷ്ടങ്ങളുണ്ടാകും. എന്നിട്ടും നമ്മൾ വിശ്വാസത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് സർവൈവ് ചെയ്യിക്കുമ്പോൾ നമ്മുടെ മൂല്യം ദൈവദിവസനെ കൂടും. വാല്യൂ, സെൽഫ് ആഡിങ് ഓഫ് ദി വാല്യൂ, ദൈവദിവസന്നിധിയിൽ വാല്യൂ കൂടും. അത് ഒരു വിലയാണ്. അപ്പോൾ ഈ 2 വില, ഇത് നമുക്ക് ആഡ് ചെയ്ത് കൂട്ടാൻ പറ്റും. മറ്റത് എൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലില്ല. ദൈവമാണ് നീ എനിക്ക് വിലപ്പെട്ടവനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. അതിന് നമുക്ക് കൺട്രോളില്ല.
ദൈവത്തിന് എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കുകയും ചെയ്യാം. പക്ഷേ നമ്മൾ അതിനെ എന്തുമാത്രം ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ തന്നെ അഗ്നിപരീക്ഷകളെ നമ്മൾ സുവിശേഷവിധമായി ജീവിച്ച് നമ്മളതിനെ അതിജീവിച്ച് വരികയാണെങ്കിൽ നമ്മുടെ വിശ്വാസം വിലയുള്ളതായി മാറും. ആ വില നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആഡ് ചെയ്യുന്ന വിലയാണ്. അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മരണം വരെ അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പം അങ്ങനെ ഒരു മൂല്യവർദ്ധിതമായിട്ടുള്ള ഒരു പാക്കേജാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയിലും ജീവിതത്തിലും നമുക്ക് അഭികാമ്യം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ.